ഇപ്പൊ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ, സ്വാശ്രയ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെയും റെഗുലർ വിദ്യാർത്ഥികളെയും തമ്മിൽ അടിപ്പിക്കാനാണ് ഇവിടെ ശ്രമം. ആ ശ്രമം വിജയിക്കില്ല. ഈ സമരം സ്വാശ്രയ വിദ്യാർത്ഥികൾക്കെതിരല്ല, അവർക്ക് വേണ്ടി കൂടിയുള്ള സമരമാണ്. അത് അവരിൽ ചില തിരിച്ചറിയാതെ പോകുന്നുവെങ്കിൽ അവരുടെ കുറവ് എന്നേ അത് കാണാനാകൂ. എന്താ ഈ സമരത്തിൽ ഉന്നയിക്കുന്ന കാര്യം? ഇവിടുത്തെ സ്വാശ്രയ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് വർഷങ്ങളായി യൂണിവേഴ്സിറ്റി വാങ്ങിവെച്ചിട്ടുള്ള കാശ്, ആ കാശ് ഉപയോഗിച്ച് നല്ല ഹോസ്റ്റൽ ഉണ്ടാക്കി അവരെ അവിടെ പാർപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാശ്രയ വിദ്യാർത്ഥികളെ ഇവിടെ നാട്ടി ഓടിക്കണമെന്നല്ല, അവരെ ഇവിടെ നിന്ന് തിരിച്ചയക്കണമെന്നല്ല, അവരെ നല്ല അന്തസ്സുള്ള ഹോസ്റ്റൽ ഉണ്ടാക്കി അവിടെ താമസിപ്പിക്കണം. അതുണ്ടാക്കുന്നത് വരെ അവർക്ക് പാർക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്, അവിടെ അവരെ താമസിപ്പിക്കണം. അവർക്ക് വേണ്ടിയുള്ള സമരമല്ല ഈ സമരം. അത് തിരിച്ചറിയാൻ അവരിൽ ചിലർക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവരെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. അത് നേതൃത്വം കൊടുക്കുന്നവരാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ അല്ലേ, സക്കീർ ഹുസൈൻ എന്നാണ് അയാളുടെ പേര്. ആ പേരിലൊരു മഹാനായ നേതാവുണ്ടായിരുന്നു കൊണ്ട്, ഇന്ത്യയുടെ പ്രസിഡന്റായി ഇരുന്നിട്ടുണ്ട്. അപ്പോ ആ പേരുള്ളവർക്കെല്ലാം ആ ഗുണം ഉണ്ടായിക്കൊള്ളുന്നില്ല, അത് പ്രതീക്ഷിക്കാനും കഴിയും. പക്ഷെ സക്കീർ ഹുസൈന്റെ സ്വഭാവം എന്താണ്? ലക്ഷണമൊത്ത വർഗീയവാദി, തീവ്രവാദി, വിരോധിക്കപ്പെട്ട ഭീകര സംഘടനകളുമായി സജീവ ബന്ധമുള്ളവൻ, അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഗൗരവമായി ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഏജൻസികൾ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. അങ്ങനെ ഒരുവൻ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ കയറിയിരിക്കുകയാണ്. അവൻ ഇവിടുത്തെ ഒരു വിഭാഗം വിദ്യാർത്ഥികളെ കായികമായി അക്രമത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനം നടത്തുന്നതിന് പാരിതോഷികമായി കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമാക്കി നീങ്ങിപ്പോയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് എന്തിനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ഉണ്ടാക്കുന്നത്? അയാൾ ഇവിടെ തന്നെ ജോലി ചെയ്തു, ഇവിടെ തന്നെ പ്രവർത്തിക്കേണ്ടത്. കണ്ണൂരിലേക്ക് എന്താ പോയ സ്ഥലം നല്ല സ്ഥലം, അത്ര ഇപ്പൊ ഞാൻ പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള വർഗീയവാദികളുടെ പിടിയിൽ നിന്ന് ഭീകര സംഘടനകളുമായി ബന്ധമുള്ള തുറങ്കിലടയ്ക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളിൽ നിന്ന് സർവകലാശാല ക്യാമ്പസിനെ മോചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സമരത്തിന്റെ മാത്രം ഭാഗമായിട്ട് ഞങ്ങൾ പറയുന്നതല്ല, അത് നമ്മുടെ സമൂഹത്തിന് തന്നെ അപകടമാണ്. ഭീകരവാദികളുടെ കൈകളിലേക്ക് നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ചെറുപ്പക്കാർ പോയാലുള്ള അനുഭവം എന്താ? കാശ്മീരിൽ കൊല്ലപ്പെട്ട 4 പേരുടെ വിവരം ഒരുപാട് വേദികളിൽ പലരും പ്രസംഗിച്ചിട്ടുള്ളതാണ്. കാശ്മീരിൽ വെച്ച് കൊല്ലപ്പെട്ടില്ലേ? അതിൽ 1-2 പേർ നമ്മുടെ ജില്ലയിൽ നിന്ന് പോയവരായിരുന്നില്ലേ? നാടിന്റെ വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ട ചെറുപ്പക്കാരെ മനോരോഗികളാക്കി, മയക്കുമരുന്നിന്റെ അടിമകളാക്കി, ആയുധം കൊടുത്ത്, അളവറ്റ പണം കൊടുത്ത്, മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി, ഭീകരവാദികളുടെ സൈനിക താവളങ്ങളിൽ വെച്ച് പരിശീലനം കൊടുത്ത്, ഇന്ത്യയുടെ അതിർത്തി നുഴഞ്ഞു കയറി സൈന്യവുമായി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ച്, അത്തരമൊരു ഘട്ടത്തിലല്ലേ 4 ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിന്റെ അഭിമാനമായി വളർന്നു വേണ്ടിയിരുന്ന 4 യുവാക്കൾ കൊല്ലപ്പെട്ടത്? ആരാണ് അവരെ റിക്രൂട്ട് ചെയ്തയച്ചത്? ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഭീകരവാദികളുടെ സൈനിക താവളങ്ങളിലേക്ക് കൂട്ടിക്കൊടുക്കുന്നതാണ് ലക്ഷണമൊത്ത ചില തീവ്രവാദ സംഘടനകളാണ്. അത്തരം സംഘടനകളുടെ അനൗപചാരിക നേതൃത്വമായി പ്രവർത്തിക്കുന്ന ഒരാൾ, ഒരു സാമൂഹ്യ വിരുദ്ധൻ, ഒരു ഭീകരവാദി ഇവിടെ ലീഗ് സ്വാധീനത്തിൽ ഇവിടുത്തെ കായിക വകുപ്പിന്റെ മേധാവിയായി വന്ന് തന്റെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഭാവിയിലെ കായിക താരങ്ങളായി വളർന്നു വരേണ്ട നല്ല ഭാവി വാഗ്ദാനങ്ങളായ കുറച്ച് ചെറുപ്പക്കാരെ ഉപയോഗിക്കുകയാണ്. ആ ചെറുപ്പക്കാരെന്നല്ലെങ്കിൽ നാളെ ഈ അപകടം തിരിച്ചറിയുമെന്നും ഈ വർഗീയവാദിക്കെതിരായി തിരിയുമെന്നും ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ അതുവരെ കാത്തിരുന്നാൽ ഒരുപക്ഷെ വലിയ അപകടങ്ങൾക്കും ദുരന്തങ്ങൾക്കുമായിരിക്കും നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുക. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, വിദ്യാർത്ഥി സമരം ഇന്നല്ലെങ്കിൽ നാളെ തീരും, അതൊരു സംശയം വേണ്ട. ഈ വിദ്യാർത്ഥി സമരം ഇന്ന് 121-ാം ദിവസമാണ്. ഈ വിദ്യാർത്ഥി സമരം 200-ാം ദിവസം ഉണ്ടാവില്ല, ഒരു സംശയവും വേണ്ട. ഈ വിദ്യാർത്ഥി സമരം 150-ാം ദിവസവും ഉണ്ടാവില്ല. അതിനു മുൻപ് ഈ സർവകലാശാല ക്യാമ്പസിനെ ഇളക്കി മറിച്ച ആഘാത പ്രകടനം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കും. പക്ഷേ അവിടെയും ഈ തീവ്രവാദിയുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരായ സമരം
അവസാനിക്കില്ല. അത് ഈ സമൂഹത്തിന്റെ ആകെ പിന്തുണയോടെ ഞങ്ങൾ ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ സമരത്തിന് പല മുഖങ്ങളും